അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ടെക്നിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് 3 ടെക്നിക്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഫസ്റ്റ് ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള ഓതറൈസ്ഡ് യൂസേഴ്സ് ഉണ്ടാകും. അപ്പൊ ആ ഓതറൈസ്ഡ് യൂസേഴ്സിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പൊ ഓതറൈസ്ഡ് യൂസേഴ്സിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യണം, അവരെ ഇൻട്രൂഡർ ആണോ അല്ലയോ എന്നുള്ളൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതിനെ 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റവും രണ്ടാമത്തേത് പ്രൊഫൈൽ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ. അപ്പൊ അതിൽ ആദ്യത്തെ ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് ഈവന്റ്സിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ത്രെഷോൾഡ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓരോ ഈവന്റിനകത്തും ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് എന്ന് പറയുന്നത് എത്ര തവണ ലോഗിൻ ചെയ്യുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ ആ കറസ്പോണ്ടിങ് ഈവന്റിനകത്ത് എത്ര നമ്പർ ഓഫ് ടൈംസ് അത് നമ്മൾ ആദ്യം തന്നെ ഒരു ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വയ്ക്കുക ഓരോ ഈവന്റിന് വേണ്ടി ഓരോ ഓർഗനൈസേഷനും. അപ്പൊ ആ പർട്ടിക്കുലർ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ആ ത്രെഷോൾഡ് വാല്യൂവിനെക്കാളും എക്സീഡ് ചെയ്ത് കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് ആ പർട്ടിക്കുലർ ഈവന്റിനകത്ത് ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം, നമുക്ക് അതിനെ ഒരു ഇൻട്രൂഷൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ആ രീതിയിൽ ത്രെഷോൾഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നു. അതാണ് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രൊഫൈൽ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ ആണ്. പ്രൊഫൈൽ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന്റെയും അതുപോലെ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന്റെയും പാസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. പാസ്റ്റ് ഓഡിറ്റ് റെക്കോർഡ്സ് വഴി പാസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്ന അനലൈസ് നമ്മൾ ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് ആ ഓരോ ഇൻഡിവിജ്വൽ യൂസറിന്റെയും ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്നു. അപ്പൊ ആ പ്രൊഫൈല് വെച്ചിട്ട് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നിലേറെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സ് വെച്ചിട്ടായിരിക്കും പ്രൊഫൈൽ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രൊഫൈല് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നു ആ ഓതറൈസ്ഡ് യൂസർ എന്ന് പറയുന്ന ഇൻട്രൂഡർ ആണോ അല്ലയോ. ഇതെല്ലാം മിസ്ഫീസർ ഇൻട്രൂഡർ കാറ്റഗറി അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സ്കീംസ് ആണ്. Then different types of examples അല്ലെങ്കിൽ parameters used to create individual users profile എന്ന് പറയുന്നത് കൗണ്ടർ ഉണ്ട്, ഗേജ്, ഇന്റർവൽ ടൈമർ, പിന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇത്രയും മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽ യൂസേഴ്സിന്റെയും എന്ത് ചെയ്യുന്നത്, പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ നെഗറ്റീവ് ഇന്റിജർ ആണ് കൗണ്ടർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ മാനേജ്മെന്റ് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് ഡിക്രിമെന്റ് ചെയ്യത്തില്ല. ഇപ്പൊ കൗണ്ടേഴ്സിന് അല്ലെങ്കിൽ കൗണ്ടർ ഇൻക്രിമെന്റ് ആയി പോകുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിനകത്ത് എത്ര പാസ്വേഡ് ഫെയിലിയേഴ്സ് അറ്റംപ്റ്റ് ഉണ്ടായി, അതുപോലെ ഒരു അവറിനകത്ത് എന്ത് ചെയ്യുന്നു, എത്ര വട്ടം ലോഗിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. ഒരു യൂസേജ് ഇൻഡിവിജ്വൽ സിംഗിൾ യൂസേജ് സെഷൻ ടൈമിനകത്ത് തന്നെ ആ ഓതറൈസ്ഡ് യൂസേഴ്സ് എത്ര നമ്പർ ഓഫ് പ്രോഗ്രാംസ് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. തുടങ്ങുന്ന കേസിലെല്ലാം ഈ കൗണ്ടർ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ അവിടെ ഒരു അത് വെച്ചിട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്തു. ഗേജ് എന്ന് പറയുന്നതും ഒരു നോൺ നെഗറ്റീവ് ഇന്റിജർ വാല്യൂ തന്നെയാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഗേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു മെട്രിക് എന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്നത് ഓരോ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിനും ലോജിക്കൽ കണക്ഷൻസിനെ ആക്സസ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ നമ്പർ കാണും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ യൂസേഴ്സിനും ഔട്ട് ഗോയിങ് മെസ്സേജ് ക്യൂസും കാണും. അപ്പൊ അതും മോണിറ്റർ ചെയ്ത് എന്ത് ചെയ്യുക, പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിനാണ് ഗേജ് എന്ന് പറയുന്ന മെട്രിക് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇന്റർവൽ ടൈമർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു യൂസർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു, പിന്നീട് അത് ലോഗൗട്ട് ചെയ്ത് പോയിട്ട് വീണ്ടും സക്സസീവ് ആയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പൊ ആ 2 തവണ ലോഗിൻ ചെയ്യുന്നത് ഒരു ഈവന്റിൽ തന്നെ 2 തവണ ലോഗിൻ ചെയ്യാൻ നോക്കുന്നു. അപ്പൊ അത് തമ്മിലുള്ള ഇന്റർവൽ ടൈം ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, പ്രൊഫൈൽ എന്ന് പറയുന്നത് കീപ്പ് ചെയ്യാറുണ്ട്. ആ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ടൈം ലെങ്ത് എന്ന് പറയുന്നത് നോക്കും സക്സസീവ് ലോഗിൻ അറ്റംപ്റ്റ്സിന്റെ. ഏറ്റവും ലാസ്റ്റ് മെട്രിക് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഓഫ് റിസോഴ്സസ് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ലൈൻസ് പ്രിന്റഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേഡ്, നമ്പർ ഓഫ് റെക്കോർഡ്സ് റീഡ് അല്ലെങ്കിൽ റിട്ടേൺ,
അല്ലാന്നുണ്ടെങ്കിൽ സെഷൻ ഇലാപ്സ്ഡ് ടൈം, അതെല്ലാം എന്ത് ചെയ്യും, റിസോഴ്സസിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഡിഫറെന്റ് മെട്രിക്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഇൻഡിവിജ്വൽ യൂസേഴ്സിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കിട്ടുന്ന പാരാമീറ്റേഴ്സിൽ വേരിയസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നു. അത് വെച്ചിട്ട് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ട് ചെയ്യുന്നു. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മൾട്ടി വേരിയേറ്റ്, മാർക്കോവ പ്രോസസ്, ടൈം സീരീസ്, ഓപ്പറേഷണൽ, ഇത്രയും എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ആണ് കിട്ടുന്ന മെട്രിക് അല്ലെങ്കിൽ പാരാമീറ്ററിൽ പെർഫോം ചെയ്ത് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ബിഹേവിയർ ഓഫ് യൂസർ അല്ലെങ്കിൽ ഇൻട്രൂഡർ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് വെച്ചിട്ട് ഈ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ആപ്ലിക്കബിൾ ടു എ വൈഡ് റേഞ്ച് ഓഫ് ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, അതുപോലെ തന്നെ റിസോഴ്സസ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, ആവറേജ് ബിഹേവിയർ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി വേരിയേറ്റ് ടെസ്റ്റ് എന്ന് പറയും. മൾട്ടി വേരിയന്റിനകത്ത് ഡിഫറെന്റ് വേരിയൻസ് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് എടുക്കുന്നു. അപ്പൊ ആ മൾട്ടി വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വേരിയബിൾസിന്റെ കോറിലേഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിയിട്ട് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നു. ദെൻ മാർക്കോവ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി സ്റ്റേഴ്സ് ആണ്. ആ ബിഹേവിയറിന്റെ പ്രോബബിലിറ്റി സ്റ്റേഴ്സ് ആയിട്ട് അതിനെ മോഡൽ ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രൂഡർ ബിഹേവിയർ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നു. ടൈം സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ആ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് എടുക്കും. ഓരോ ഈവൻസിനും, ഓരോ സക്സസീവ് ഈവൻസിനും വേണ്ടുന്ന യൂസേഴ്സ് എടുക്കുന്ന ആ ടൈം ഇന്റർവെൽ, ടൈം ലെങ്ത് എന്ന് പറയുന്നത് നോക്കും. അത് അബ്നോർമൽ ടൈം ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യുന്നു നോക്കി ഇൻട്രൂഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷണലാണ്. ഓപ്പറേഷണൽ എന്ന് പറയുന്നത് പാസ്റ്റ് ഓഡിറ്റ് റെക്കോർഡ്സ് നമ്മൾ മാനേജ്മെന്റ് എടുക്കും. പാസ്റ്റ് ഓഡിറ്റ് റെക്കോർഡ്സ് നോക്കിയിട്ട് അനലൈസ് ചെയ്ത് ഒരു ഫിക്സഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഓരോ യൂസേഴ്സിനും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ കറസ്പോണ്ടിങ് ഓതറൈസ്ഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ലാർജ് നമ്പർ ഓഫ് ടൈംസ് ലോഗിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഫിക്സഡ് ലിമിറ്റിന്റെ വാല്യൂ എക്സീഡ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻട്രൂഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് ഡിഫറെന്റ് ടെസ്റ്റ് ഈ പാരാമീറ്റേഴ്സിൽ ചെയ്ത ഇൻട്രൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷനകത്ത് വരുന്ന രണ്ട് ടെക്നിക്സ്, ത്രെഷോൾഡ് ഡിറ്റക്ഷൻ സിസ്റ്റവും അതുപോലെ പ്രൊഫൈൽ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ സിസ്റ്റവും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷന് 3 അഡ്വാൻറ്റേജും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന്റെയും നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഡിഫറെന്റ് പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ ഡിഫറെന്റ് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുക വഴി ഓരോരുത്തരുടെയും നോർമൽ ബിഹേവിയർ അറിയാനായിട്ട് പറ്റും മാനേജ്മെന്റിന്. അതുപോലെ തന്നെ അതിന് നോർമൽ ബിഹേവിയർ അറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് ഡീവിയേഷൻ വരുമ്പോൾ അത് ഇൻട്രൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റത്തുള്ളൂ, ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സിസ്റ്റം വൾണറബിലിറ്റീസിന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത്. തേർഡ് അഡ്വാൻറ്റേജ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സിസ്റ്റംസിന് ഇത് പോർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ് റൂൾ ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. റൂൾ ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് റൂൾസ് എന്ന് പറയുന്ന മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസർ നോർമൽ യൂസർ ആണോ അല്ലെങ്കിൽ ഇൻട്രൂഡർ ആണോ എന്ന് എന്ത് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ് റൂൾ ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. അത് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം, റൂൾ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ എന്നും അതുപോലെ റൂൾ ബേസ്ഡ് പെനിട്രേഷൻ ഐഡന്റിഫിക്കേഷൻ എന്നും. അപ്പൊ അതിൽ ആദ്യത്തെ റൂൾ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്നത് പാസ്റ്റ് ഓൾട്ട് റെക്കോർഡ്സ് എന്ന് പറയുന്നത് അനലൈസ് ചെയ്ത് പാസ്റ്റ് ആയിട്ടുള്ള യൂസേജ് പാറ്റേൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. യൂസേജ് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽസ്, പാസ്റ്റ് ടെർമിനൽസ്, പ്രോഗ്രാംസ് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് വയ്ക്കുന്നു. അപ്പൊ പാസ്റ്റ് യൂസേജ് പാറ്റേൺസിൽ യൂസ് ചെയ്തിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് നോക്കി അതിനനുസരിച്ച് സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കറണ്ട് യൂസറിന്റെ കറണ്ട് യൂസേജ് പാറ്റേണും പ്രീവിയസ് ഓൾട്ട് റെക്കോർഡ് വഴി കിട്ടുന്ന പ്രീവിയസ് യൂസേജ് പാറ്റേണിന്റെ ജനറേറ്റ് ചെയ്ത സെറ്റ് ഓഫ് റൂൾസും കൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നു, മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അങ്ങനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് ആ രീതിയിൽ ഇൻട്രൂഡറിനെ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്ത്
സിസ്റ്റം സെക്യൂരിറ്റി വൾണറബിലിറ്റീസിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ റൂൾ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂൾസിനെ ബേസ് ചെയ്തിട്ട് ഒരു ബിഹേവിയർ ഓഫ് നോർമൽ ഓതറൈസ്ഡ് യൂസർ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ ഒരു റൂൾ ഡേറ്റ ബേസ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് അപ്രോക്സിമേറ്റ്ലി റൂൾ ഡേറ്റാ ബേസിനകത്ത് 10⁴ to 10�6 റൂൾസ് എങ്കിലും അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പൊ അത് വെച്ചിട്ട് യൂസേജ് പാറ്റേൺസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ റൂൾസ് ജനറേറ്റ് ചെയ്ത് അത് വെച്ച് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ട് ചെയ്യുന്നതാണ് റൂൾ ബേസ്ഡ് അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് റൂൾ ബേസ്ഡ് പെനിട്രേഷൻ ഐഡന്റിഫിക്കേഷൻ ആണ്. റൂൾ ബേസ്ഡ് പെനിട്രേഷൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്തുള്ള നോൺ വീക്ക്നെസ്സസ് എന്താണെന്ന് അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രൂഡർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് അതിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഇത് പ്യുവറായിട്ടും ഇതൊരു എക്സ്പെർട്ട് സിസ്റ്റം ഫെസിലിറ്റി ആണ് ഈ ഒരു റൂൾ ബേസ്ഡ് പെനിട്രേഷൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്പെർട്സ് വന്നിട്ട് ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള സെക്യൂരിറ്റി അനലിസ്റ്റുമായിട്ടും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുമായിട്ടും ഇന്റർവ്യൂ ചെയ്ത് ആ ഒരു കറസ്പോണ്ടിങ് നെറ്റ്വർക്കിൽ സംഭവിക്കാൻ ചാൻസസ് ഉള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നു, അവരെ ഇന്റർവ്യൂ ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നവർ എക്സ്പെർട്സ് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ആ സെറ്റ് ഓഫ് റൂൾസ് എന്ത് ചെയ്യുക, എല്ലാ ഓതന്റിക്കേറ്റഡ് യൂസേഴ്സും ഫോളോ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യും, ഇൻട്രൂഷൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. സെറ്റ് ഓഫ് റൂൾസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസറിന്റെ പേഴ്സണൽ ഡയറക്ടറിയിൽ ഇരിക്കുന്ന ഫയൽസ് എന്ന് പറയുന്നത് മറ്റുള്ള യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പാടില്ല, അത് റീഡ് ചെയ്യാൻ പാടില്ല. മറ്റുള്ള യൂസേഴ്സിന്റെ പേഴ്സണൽ ഡയറക്ടറി ഇരിക്കുന്ന ഫയലിൽ അത് ഒന്ന് റൈറ്റിംഗ് ഓപ്ഷൻ ചെയ്യാൻ പാടില്ല. ഓരോ യൂസേഴ്സും ഡിസ്ക് ഡിവൈസസ് ഒന്നും പെർമിഷൻ കൂടാതെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇനി പ്രോഗ്രാം ഫയൽസ് ഒന്നും കോപ്പി ചെയ്ത് എടുക്കാനായിട്ട് പാടില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരു തവണ മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. മൾട്ടിപ്പിൾ ലോഗിൻ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് എന്റർടൈൻ ചെയ്യുന്നില്ല. അപ്പൊ ആ രീതിയിലുള്ള റൂൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്ത് വെക്കുന്നു എക്സ്പെർട്സ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഓരോ യൂസറിന്റെയും ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് എടുക്കുന്നു. ഓഡിറ്റ് റെക്കോർഡിനകത്ത് അവരുടെ ആ ഓരോ ഈവന്റ്സിന്റെയും ഓരോ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്ന ഈ റൂൾ ബേസുമായിട്ട് കമ്പയർ ചെയ്ത് അതിനകത്ത് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രൂഷൻ എന്ന് പറയുന്ന ഐഡന്റിഫൈ, ഇൻട്രൂഷൻ അല്ലെങ്കിൽ സസ്പീഷ്യസ് ബിഹേവിയർ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നു. അപ്പൊ അതാണ് എന്ത് റൂൾ ബേസ്ഡ് പെനിട്രേഷൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സ്കീം എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ലാൻ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇന്റർ നെറ്റ്വർക്സിലും ഇൻട്രൂഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഓരോ നെറ്റ്വർക്സിന്റെയും കോർഡിനേഷനും കോപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിഫറെന്റ് നെറ്റ്വർക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ലാൻ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് സിസ്റ്റംസിന് ഡിഫറെന്റ് ഓഡിറ്റ് റെക്കോർഡ് ഫോർമാറ്റ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അത് ഓഡിറ്റ് റെക്കോർഡ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്ത് എന്ത് ചെയ്യുക, ഒരു സെൻട്രൽ മാനേജറിലേക്ക് അത് ഫെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ അതിന്റെ ആ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 3 മോഡ്യൂൾസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്നൊരു ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂള്, ലാൻ മോണിറ്റർ മോഡ്യൂള്, പിന്നെ അതുപോലെ സെൻട്രൽ മാനേജർ മോഡ്യൂൾ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് 3 മോഡ്യൂൾസ് ഉണ്ട്. അപ്പൊ അതിലെ ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂൾ ആണ് എന്ന് ചെയ്യുന്ന ആ ഡിഫറെന്റ് നെറ്റ്വർക്കിൽ നിന്നുള്ള ഓഡിറ്റ് റെക്കോർഡ്സിനെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് ആ ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂൾ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ഏതെങ്കിലും സെക്യൂരിറ്റിനെ ബാധിക്കുന്ന ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂൾ എന്ന് പറയുന്ന ആ ഇൻഫർമേഷൻ സെൻട്രൽ മാനേജറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഈ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്ന ലാൻ മോണിറ്റർ മോഡ്യൂൾ ആണ്. ഏകദേശം ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂളിലെ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ ഇൻ അഡീഷൻ ടു ദിസ് ലാൻ ട്രാഫിക് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലാൻ മോണിറ്റർ മോഡ്യൂൾ സെൻട്രൽ മാനേജർ മോഡ്യൂളിലേക്ക് പാസ് ചെയ്യും. സെൻട്രൽ മാനേജർ മോഡ്യൂളിലേക്ക് ഈ ഡിഫറെന്റ് ലാൻ മോണിറ്റേഴ്സും ഏജന്റ് മോഡ്യൂൾസും സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് സെൻട്രൽ മാനേജർ മോഡ്യൂൾ റിസീവ് ചെയ്യും. ഇതെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്തെടുക്കും. അപ്പൊ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്.
നമ്മൾ ഇൻഡിവിജ്വലി ആ ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂളിന്റെ ആർക്കിടെക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഹോസ്റ്റ് ഏജന്റ് ഓഡിറ്റ് റെക്കോർഡ്സ് കളക്ട് ചെയ്യുകയാണ് അതിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ടൈപ്പ് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഡിറ്റ് ഇൻഫർമേഷനും ഈ ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് കളക്ട് ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്യും. എന്ന് വെച്ചാൽ ആ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ആ കറസ്പോണ്ടിങ് ഓഡിറ്റ് റെക്കോർഡ്സിനെ മാത്രം എന്ത് ചെയ്യും? അതിനെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ റിജക്ട് ചെയ്യും. അപ്പൊ ആ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ഓഡിറ്റ് റെക്കോർഡ്സ് മാത്രം എടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് എക്സ്ചേഞ്ച് ഓഡിറ്റ് റെക്കോർഡ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ആ കറസ്പോണ്ടിങ് റെക്കോർഡിനെയാണ് ഹോസ്റ്റ് ഓഡിറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ HAR എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നു? അതിനെ ലോജിക് യൂസ്, അതിനകത്ത് ലോ പ്രൊഫൈൽ ആയിട്ടിരിക്കുന്ന സെക്യൂരിറ്റി ഇൻഫർമേഷൻസും കാണും, ഹൈ ലെവൽ സെക്യൂരിറ്റി ഇൻഫർമേഷൻസും അതിനകത്ത് ഓഡിറ്റ് റെക്കോർഡ്സിനകത്ത് ഉണ്ടാവും. ലോ പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയിലുവർ ഇൻ നമ്പർ ഓഫ് പാസ്വേഡ് അല്ലെങ്കിൽ ലോഗിൻ അറ്റംപ്റ്റിൽ ഉണ്ടാകുന്ന ഫെയിലുവർ, ഇനി ഫയൽ ആക്സസിൽ എടുക്കുന്ന ഫെയിലുവേഴ്സ്. ഹൈ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ക്രിട്ടിക്കൽ സിസ്റ്റത്തിനെ കുറച്ചും കൂടെ ഹൈ ലെവൽ സെക്യൂരിറ്റിയിൽ അഫക്ട് ചെയ്യുന്ന ഇൻട്രൂഷൻസ് ആണ്. അപ്പൊ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ലോജിക് എന്ന് പറയുന്നത് സെൻട്രൽ മാനേജറിലേക്ക് ആ ഇൻഫർമേഷൻ സെക്യൂരിറ്റി നോട്ടബിൾ ആക്ടിവിറ്റി സിഗ്നേച്ചേഴ്സ് നോട്ട് വർത്തി സെഷൻസ്, അതുപോലെ ആ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള സെക്യൂരിറ്റി അലർട്ട്സ് എന്ന് പറയുന്നത് സെൻട്രൽ മാനേജറിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യും. സെൻട്രൽ മാനേജർ എന്ന് പറയുന്നത് അതിന്റെ ക്വയറി അല്ലെങ്കിൽ റെസ്പോൺസ് ഏജന്റ് പ്രോട്ടോകോൾ മെഷീനിലേക്ക് പാസ് ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെംപ്ലേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ലോജിക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആ ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂളിലേക്ക് ആ സെക്യൂരിറ്റി ഇൻഫർമേഷന്റെ ഡിഫെൻസീവ് ആക്ഷൻ എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ആ ലാൻ മോഡ്യൂളിലേക്കും ഹോസ്റ്റ് ഏജന്റ് മോഡ്യൂളിലേക്ക് എന്ത് ചെയ്യുന്നു? സെൻട്രൽ മാനേജർ ക്വയറി അല്ലെങ്കിൽ റെസ്പോൺസ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ ഇന്റർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ലാൻ സപ്പോർട്ടഡ് നെറ്റ്വർക്ക്സിൽ എന്ത് ചെയ്യുന്നു? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷനകത്ത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ഓഡിറ്റ് റെക്കോർഡ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നു. കാരണം ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ.